നമ്മുടെ വേണ്ടപ്പെട്ട സാധനങ്ങൾ അതിപ്പോൾ ഡ്രസ്സ്, ബാഗ്, ചെരുപ്പ്, മറ്റെന്ത് ബിലോങ്ങിങ്സ് ആണെങ്കിലും ഒരു പരിധി കഴിഞ്ഞിട്ടും നമ്മുടെ കയ്യിലല്ല ആ സാധനങ്ങൾ വേറൊരു സ്ഥലത്ത് പിടിച്ചു വെച്ചേക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ടെൻഷൻ ഉണ്ടാവും. അതുപോലെയുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോവാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ എല്ലാ മത്സരാർത്ഥികളും. പ്രത്യേകിച്ച് നമ്മുടെ ജിസേൽ തക്രാൾ. ജിസേൽ അങ്ങനെ ഒരു ഫീൽഡിൽ നിന്ന് വന്ന വ്യക്തിയാണ്, മോഡലാണ്. ഫാഷനേറ്റ് ആയിട്ട് അത്രയും നടന്നിട്ടുള്ള ഒരാള് തന്റെ കോസ്മെറ്റിക് സാധനങ്ങൾ കിട്ടാത്തതിൽ ഭയങ്കര ഫ്രസ്ട്രേഷൻ കാണിക്കുന്നുണ്ട്. അവിടെ മറ്റ് ഫീമെയിൽ കണ്ടസ്റ്റൻസ് ഉണ്ട്, അവരെക്കാട്ടിലും ഒക്കെ ഉപരി എങ്ങനെയും എന്തെങ്കിലും ഒരു കോസ്മെറ്റിക് പ്രോഡക്റ്റ് ഉപയോഗിച്ചേ പറ്റൂ. ഒരു ലിപ്സ്റ്റിക് ഇല്ലാതെ, ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പറ്റാതെ, ഒരു മോയ്സ്ചറൈസർ ഇല്ലാതെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ ജിസേല് അവിടെ ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ വീട്ടിൽ കടന്ന് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. പലതവണ റൂൾസ് ബ്രേക്ക് ചെയ്തു. പക്ഷെ എങ്കിൽ പോലും ആദ്യമൊന്നും സംസാരിക്കാതിരുന്ന ജിസേലിന് പ്രാങ്ക് വഴി സംസാരിപ്പിച്ചു തുടങ്ങിയപ്പോൾ നല്ല രീതിയിൽ കാര്യങ്ങളിൽ, സ്വന്തം കാര്യങ്ങളിലെങ്കിലും സംസാരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ നടത്തിയിട്ടുള്ള ജിസേല് ഇപ്പൊ അവിടെ കിടന്ന് ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ വീട്ടില് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരാള് രേണുവാണ്, രേണു സുധി. ഒരുപാട് എക്സ്പെക്ടേഷനിൽ നമ്മൾ കാണാൻ കാത്തിരുന്ന രേണു സുധി. രേണു വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും അവിടെ ബിഗ് ബോസ് മലയാളം സീസൺ 7ൽ ഉണ്ടാക്കുന്നില്ല. രേണു സാധാരണത്തെ രീതിയിൽ പോയി, ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ പോയി, ഓക്കെ, ക്ഷണം കിട്ടി സ്വീകരിച്ചു പോയി എന്നുള്ളതാണ് പറയുന്നത്. അത് ആഗ്രഹിച്ച പേയ്മെന്റോട് കൂടി തന്നെ പോയ ഒരാള് ഗെയിമിനെ വലിയ സീരിയസ് ആയിട്ടൊന്നും എടുക്കുന്നില്ല. ഞാൻ നിൽക്കുന്നു, പോന്നു, എനിക്ക് വയ്യ, ഞാൻ ടയർഡാണ്, പോയാൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് രേണു നിൽക്കുന്നത്. എന്നാലും രേണുവിന് ഇഷ്ടമുള്ള കുറേ പേരുണ്ട്. കുറച്ച് സമയം, കുറച്ച് ദിവസം ബിഗ് ബോസ് വീട്ടിൽ നിൽക്കട്ടെ, രേണുവിന് അതൊരു പുതിയ എക്സ്പീരിയൻസ് ആവുമെന്ന് തന്നെ വിചാരിക്കുന്നവരുണ്ട്. രേണു സുധിയും തന്റെ മാക്സിമം കൊടുത്തുകൊണ്ട് എന്തായാലും വീട്ടുകാരൊക്കെ വിട്ട് നിൽക്കുകയാണല്ലോ, അതിന്റെ വിഷമമൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ പറയുണ്ടായിരുന്നു. രേണു അങ്ങനെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നുണ്ട്. നെവിയുടെ കാര്യം എടുത്തു പറയണം. നെവി ചിലർ പറയുന്നത് വെറുപ്പിക്കലാണ്, പക്ഷെ എനിക്ക് തീർച്ചയായിട്ടും ഒരു എന്റർടൈൻമെന്റ് ഫാക്ടർ ആയിട്ട് തന്നെ തോന്നുന്നത്. നെവിയുടെ ആ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് കൂടുതലും ഫൺ ഫാക്ടർ തന്നെയാണ്. നെവി വളരെ കോമഡി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ലൈവിൽ കാണിക്കുന്നതിന്റെ വളരെ കുറച്ച് ഭാഗം മാത്രമേ നമ്മുടെ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അതുകൊണ്ടായിരിക്കാം ചിലരെങ്കിലും കാണാത്തത്. നെവി വളരെ തമാശയുള്ള കുറേ രസകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ജിയോ ഹോട്ട്സ്റ്റാറിൽ ലൈവായിട്ട് കാണുന്നവർക്ക് നെവിയുടെ പെർഫോമൻസ് മനസ്സിലാവും. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ദ എന്റർടൈനർ ഓഫ് ദ സീസൺ എന്ന് പറയുന്നത് നെവി തന്നെയായിരിക്കും.